ഇന്നുണ്ടല്ലോ, ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞൂട്ടനെ കാണിച്ചു തരാം. ആരാ കുഞ്ഞൂട്ടൻ എന്നല്ലേ? ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൂട്ടൻ. കുട്ടികളിട്ട പേരാണ് കേട്ടോ. ഇപ്പം എന്തോ നമ്മുടെ വീട്ടിലൊരു അംഗം പോലെയാ, എന്തോ വല്ലാത്ത സ്നേഹമാണ്. പുള്ളി വാങ്ങണതിന് മുൻപ് വരെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നാലുകെട്ടുള്ളത് കൊണ്ട് തന്നെ ഈ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്ക് വീഴുമോ, ഈ മുക്കും മൂലയൊക്കെ ശരിക്കും വൃത്തിയായിട്ട് ചെയ്യുമോ, ഇനി അടിച്ചുവാരി തുടയ്ക്കുമോ, കട്ടിലിൻ്റെ അടിയിലും കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ ശരിക്കും വൃത്തിയായിട്ട് ചെയ്യുമോ, ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ മാറുക മാത്രമല്ല, പുള്ളിയുടെ ഓപ്പറേഷൻസും വളരെ സിമ്പിളാണെന്ന് പുള്ളിയുടെ കൂടെ ഇടപഴകാൻ ഇടയായപ്പോൾ നമുക്ക് മനസ്സിലായിട്ടോ. അത് കൂടാണ്ട് ശരിക്കും നമുക്കിതൊരു ഒരു കമ്പാനിയൻ തന്നെയാണ് നമ്മുടെ വർക്ക് വളരെ സിമ്പിളാക്കാനായിട്ട്. നമ്മൾ വീട്ടിലില്ലാച്ചാലും നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ വർക്കൊക്കെ ചെയ്ത് തിരിച്ചു പോയി ചാർജ് ചെയ്തോളും. ഇനി ഇടയിലെങ്ങാനും ചാർജ് തീർന്നാലും തന്നെ പോയി ചാർജ് ചെയ്ത് ആദ്യം പുള്ളിയുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്. എന്താ വെച്ചാൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ വീട് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പൊടിയൊന്നും ഉണ്ടാവില്ല. അതിനായിട്ട് വേണ്ട രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ഓൺ ആയിരിക്കണം, കറണ്ട് ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളെ വേണ്ടു. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസിലേക്ക് കിടക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്യണം പുള്ളി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചാർജ് ചെയ്യണ ഈ പാർട്ട് അവിടെ ഫിക്സഡ് ആയിരിക്കണം. കാരണം ഫസ്റ്റ് സെൻസ് ചെയ്ത അതേ പൊസിഷനിലേക്ക് ആയിരിക്കും പിന്നീട് വർക്കിൻ്റെ ഇടയിലും ചാർജ് ചെയ്യാനും വർക്ക് കംപ്ലീറ്റ് ആയാലും. അതുപോലെ സ്വന്തമായി ക്ലീനിങ് കഴിഞ്ഞ് ഡസ്റ്റ് ക്ലിയർ ചെയ്യണതും ഈ പാർട്ടിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ബാഗ് എങ്ങനെ ക്ലീൻ ചെയ്യാം എല്ലാം ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. അതൊരു പ്രോത്സാഹനമാണല്ലോ. ഇനി പുള്ളി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഏത് കമ്പനിയുടെ ആണോ നമ്മൾ വാങ്ങുന്നത് ആ കമ്പനിയുടെ ആപ്പായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആ ആപ്പിൽ റോബോട്ട് വാക്യൂം എന്ന ബട്ടണിൽ ഞെക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ പുള്ളിക്കാരൻ പോയി ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും. മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. വോൾ ഹൗസ് നമ്മൾ ചെയ്യണോ, കസ്റ്റം ചെയ്യാം, നമുക്ക് ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ 3 ബട്ടൺ ഉണ്ട്. വോൾ ഹൗസാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള വീട് ക്ലീൻ ചെയ്യും. കസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരേ റൂം മാത്രം മതിച്ച് അങ്ങനെ സെലക്ട് ചെയ്യാം. അതിൽ ഏരിയ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ നമുക്ക് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. വാക്യൂം മാത്രം ചെയ്യാം, വാക്യൂം ആൻഡ് മോപ്പ് ചെയ്യാം, അതായത് അടിക്കലും തുടക്കലും ചെയ്യാം. അതുപോലെ മോപ്പ് മാത്രം ചെയ്യാം, തുടക്കലും മാത്രം ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ എത്ര പ്രാവശ്യം ചെയ്യണം, 1 പ്രാവശ്യം മതിയോ 2 പ്രാവശ്യം മതിയോ, അതുപോലെ വാട്ടർ ലെവൽ ലോ വേണോ, മീഡിയം വേണോ, ഹൈ വേണോ, ഇതെല്ലാ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ചെയ്യണതിന് മുൻപ് നമുക്ക് 2 കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്കൊന്ന് മോപ്പ് ക്ലീൻ ചെയ്ത് വെക്കാം. അതുപോലെ ഇപ്പോൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യണവർക്ക് മോപ്പ് ക്ലീൻ ചെയ്യണ്ട, പക്ഷെ നമ്മളിപ്പോൾ ഓൾറെഡി മുന്നേ യൂസ് ചെയ്യണതാണല്ലോ, അപ്പോൾ ഒന്ന് മോപ്പ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തും വെക്കാം. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. മോപ്പ് ക്ലീൻ വെറുതെ നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, മറക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി നമുക്കിത് വേണമെങ്കിൽ കഴുകാം, പിന്നെ പറിച്ചെടുക്കാം. കണ്ടോ, കഴുകിയെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കഴുകി തുടച്ച് വെക്കാം. നമുക്ക് സാധാരണ ഒരു ടവല് നനക്കണം. കാണുന്നുണ്ടോ ശരിക്കും? ഇപ്പോൾ വാച്ചൊക്കെ കെട്ടിയിട്ട് എന്താ ഇളക്കണേ? ആക്ച്വലി ഞാനിപ്പോൾ പോവാൻ നിൽക്കായിരുന്നു. പോണതിന് മുന്നേ ഒന്ന് ജസ്റ്റ് അതൊന്ന് ശരിയാക്കി വച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പോയി ഉള്ളിലൊക്കെ പോയി വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് മോപ്പ് വെച്ചാൽ വൃത്തിയായില്ലേ? ഉണക്കണ്ടേ? ഇല്ല, തുടയ്ക്കാൻ പോവാണല്ലോ, പിന്നെ എന്തിനാ ഉണക്കണേ?
കാണണ്ടോടാ? ഇതുമൊരു ഇങ്ങനെ ഒരു സ്റ്റിക്കിങ് ഉണ്ട് സാധനം, കണ്ടോ? സ്റ്റിക്കിങ് സാധനത്തിന്മേലാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്, പോവില്ല, സ്റ്റിക്ക് ചെയ്തിരുന്നോളൂ. ഓക്കെ, നല്ല വൃത്തിയായിട്ട്. ഓക്കെ, ശരിക്കും കിട്ടിയാ? ശരിക്കും കിട്ടിയില്ലേ? ഓക്കെ. ഇത് നമ്മളിത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ഓട്ടാ വെറുതെ ഇങ്ങനെ ഒരു ഓട്ടയിൽ വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഓക്കെ ഓക്കെ, ഫിക്സ്ഡ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കണം. ഓക്കെ, വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ വശത്തേക്കൊന്നും പോവാണ്ട് നോക്കണം. ഏത് വശത്തേക്ക്? ഈ വശത്തേക്ക്. ഈ വശത്തേക്ക് പോകും. ഈ വശത്തേക്ക് പോവരുത്. അങ്ങനെയല്ല, നനയരുത് വെള്ളം. ഇതിൻ്റെ ഉള്ളിലേക്ക്. അതിൻ്റെ ഉള്ളിൽ പോവും, പക്ഷെ ഇവിടെ ഒന്നും നനയാൻ പാടില്ല. അപ്പം ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒട്ടും നനയാണ്ട് ഉള്ളിലേക്കായിട്ട് വയ്ക്കണം. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം അത്രയൊക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പം മിക്കവാറും എന്നെ പോലെ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നും, ഈ 2 ഗ്ലാസ് വെള്ളം കൊണ്ട് അത് അലമ്പി പിഴിയാണ്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുമോ എന്ന് തോന്നിട്ടോ. പക്ഷെ ഓൾറെഡി വാക്യൂം ചെയ്തിട്ട് തുടയ്ക്കണം, അതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെളിയൊന്നും വരില്ല. ടിഷ്യൂ വെച്ച് നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ അപ്പുറത്തേക്കൊന്നും പോകരുതല്ലോ. ഓക്കെ, വെറുതെ ഇങ്ങനെ ഓക്കെ. ഇനി ഞാൻ സ്റ്റാർട്ട് ക്ലീനിങ് വോൾ ഹൗസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം പുള്ളി ക്ലീൻ ചെയ്യാൻ തുടങ്ങുക ബൗണ്ടറീസുകളാണ്. ബൗണ്ടറീസ് ഫുൾ ബൗണ്ടറീസും ക്ലീൻ ചെയ്തിട്ടാണ് നടുവിൽ ക്ലീൻ ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഫോണിൽ കാണാം കേട്ടോ, എത്രത്തോളം ക്ലീനാക്കി, ഏതൊക്കെ റൂം ക്ലീനാക്കി എന്നുള്ളതൊക്കെ നമുക്ക് ഫോണിൽ ആ മാപ്പിൽ കറക്റ്റായിട്ട് കാണാനും പറ്റും കേട്ടോ. ബൗണ്ടറീസൊക്കെ വളരെ സ്ലോ ആയിട്ട് തന്നെ ആ ഒരു 2 കൈ പോലെയുള്ള ബ്രഷ് കൊണ്ട് തട്ടി മാക്സിമം നന്നായിട്ട് വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ തോന്നണ്ട മൂലകളും ബൗണ്ടറികളുടെ തുടക്കം ഒന്നും ക്ലീൻ ആവില്ലേ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ പുള്ളി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതും ആൾ ഉദ്ദേശിച്ച ആ ഒരു റൂമാണെന്നുണ്ടെങ്കിൽ മറ്റേ അടുത്ത റൂമിലേക്ക് പോവേ ഇല്ല, കറക്റ്റ് ആ ബൗണ്ടറിയുടെ അവിടെ തന്നെ നിന്നിട്ട് തിരിച്ചു പോരുന്നതായിരിക്കും. ആ അടുത്ത റൂമിലേക്ക് കയറുകയില്ല. ഏത് റൂമാണോ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ റൂമിൻ്റെ ബൗണ്ടറീസ് കംപ്ലീറ്റ് ചെയ്ത് ആ റൂം ഫുൾ കഴിഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് പോകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 3 റൂമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇല്ലേ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. വെള്ളം ഇല്ല വെച്ചാൽ നമ്മൾ ആദ്യം റീഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിയണത് പുള്ളി സെൻസ് ചെയ്യണതാണ് കേട്ടോ. മാപ്പ് സ്ട്രെയിറ്റ് ആണോ, അടുത്ത റൂമാണോ എന്നുള്ളതൊക്കെ സെൻസ് ചെയ്യണതാണ് ഈ തിരിയണത് എന്നാണ് പറയണത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇനിയിപ്പോൾ കട്ടിളപ്പടിയുള്ള വീടുകളോ അതല്ല 2 നില വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് മാപ്പ് ഒരു നിലയിലും കൊടുത്തതുപോലെ തന്നെ നമ്മൾ 2ാമത്തെ നിലയിലും ക്രിയേറ്റ് മാപ്പ് കൊടുത്ത് 2 മാപ്പായിട്ട് വെക്കണം. അതുപോലെ കട്ടിളപ്പടി കഴിഞ്ഞിട്ടുള്ള വേറെ റൂമോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ക്രിയേറ്റ് മാപ്പ് കൊടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് ഏത് മാപ്പാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആ മാപ്പ് സെലക്ട് ചെയ്താൽ മതി. തുടയ്ക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, വളരെ ലോ ലെവലിലുള്ള വെള്ളത്തിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. എന്നിട്ടും നമുക്ക് ആ പാടുകൾ കാണാൻ പറ്റും. പക്ഷേ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം വളരെ ലോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിഞ്ഞ് നല്ല ക്ലിയറായിട്ട് കാണുകയും ചെയ്യാം. ഒരു ചെളിപ്പാടോ അങ്ങനെയൊന്നും കാണുന്നുമില്ല. അലമ്പി പിഴിഞ്ഞില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാക്യൂം ചെയ്യണത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഡസ്റ്റ് ക്ലിയറൻസർ ആണ്. അത് തിരിച്ച് ആ ബോക്സിലേക്ക് ഒരു ബാഗിലേക്കാണ് ഡസ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. ഇനി നമ്മൾ 2-3 സ്ഥലങ്ങൾ നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഒന്നിതാ ഈ മോപ്പിൻ്റെ ആ ഒരു ഫിൽറ്ററിൽ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തില്ലേ, അതിൻ്റെ ഒരു ബോക്സാണ്. ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഡസ്റ്റ്, അത് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ വേറൊരു ഓപ്പണിങ്ങും കൂടി ഉണ്ട്, അതിൽ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററും നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ആദ്യം വയ്ക്കണം. അതിനായിട്ട് നമ്മുടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ അവരൊരു ബ്രഷ് വെച്ചിട്ടുണ്ട്. ആ ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. അതല്ലാതെ നമ്മുടെ ഏതെങ്കിലും ബ്രഷ് വെച്ചിട്ടായാലും നോർമലി നമുക്ക് സാധാരണ പോലെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ഡസ്റ്റ് എല്ലാം ഇങ്ങനെ പുഷ് ചെയ്ത് പമ്പ് ചെയ്ത ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ്
നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇങ്ങനെ എടുക്കേണ്ട പ്രൊസീജിയറാണ് കേട്ടോ അത്. ഓക്കെ, റേറ്റുകൾ എന്ന് പറയുന്നത് 12,000 സ്റ്റാർട്ടിങ് തുടങ്ങി 60,000 വരെയുള്ള റേറ്റുകളുള്ള പല കമ്പനികളുടെ ഞങ്ങൾ അവിടെ കണ്ടു. ഞങ്ങളിത് പ്രിഫർ ചെയ്യാനുള്ള കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുക, പ്ലസ് നമ്മുടെ ബഡ്ജറ്റും ബേസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിത് പ്രിഫർ ചെയ്തത്. അത് കൂടാണ്ട് അവിടുത്തെ ഇതിൻ്റെ ഡെമോ പറഞ്ഞു തരാൻ ഒരാൾ വീട്ടിലേക്ക് വരും എന്നുള്ളതും ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തിരുന്നു. ഹോബ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ആയിട്ടാണ് ഡെമോ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അതിനേക്കാളും ഞങ്ങൾ പ്രിഫർ ചെയ്തത് ആൾ വന്ന് നമുക്ക് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് തരാം എന്നുള്ളതൊരു പ്രിഫറൻസ് നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും കൂടിയിട്ടാണ് നമ്മളിത്. ആക്ച്വലി ഏത് കമ്പനിയാണ് ബെസ്റ്റ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അടിച്ചു വാരി തുടയ്ക്കണം. 4 വർഷത്തെ വാറണ്ടിക്ക് പറ്റിയൊരു ബഡ്ജറ്റ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം, 26,900. 4 വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് 31,000 ആണ് പറഞ്ഞത്. ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സെപ്പറേറ്റ് വെള്ളം മാറ്റുന്നതൊക്കെ 60 സംതിങ് ആണ്. അത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഓരോ ഷോപ്പിലും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം എന്ന രീതിയിൽ എടുത്താൽ മതി. ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ വാങ്ങണത് നല്ലതാണ് തുണി അലക്കാൻ എന്ന് പറയുന്നത് പോലെ അടിച്ചു വാരി തുടയ്ക്കാൻ ഇങ്ങനെയുള്ളൊരു മെഷീൻ നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരു കമ്പനിയോ ഇന്ന ബഡ്ജറ്റോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് നമ്മൾ വാങ്ങിയത് ജെന്യൂനായിട്ട് നമ്മുടെ ഫാമിലി പോലെ കരുതുന്ന ആൾക്കാരോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞുട്ടനെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.